കാലങ്ങൾ കഴിയുമ്പോൾ മതത്തിന്റെ നിയമങ്ങളെയും ചിട്ടകളെയും വലിച്ചെറിഞ്ഞിട്ട് കനേശുമാരി മുസ്ലിമായി വരുമ്പോ പെങ്ങളെ ഇസ്ലാം പറഞ്ഞത് തലമറച്ച് നടക്കാനാണ്. അതൊന്നും പറ്റൂല മുസ്ലിയാരെ, എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും. അല്ലയോ ഹാജിയാരെ, പലിശ വാങ്ങരുത്, ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അല്ലയോ സഹോദര, ലോൺ എടുത്തിട്ട് പലിശയിൽ പെടരുത്, അല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റൂല. അല്ലയോ സഹോദരി, കല്യാണ സദസ്സിൽ പോയി ആണും പെണ്ണും ഇടകലർന്നിട്ട് തോന്നിവാസത്തിൽ ഇടപെടരുത്. അതൊന്നും മുസ്ലിയാമാര് വഴുത് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ഈ പരിപാടി കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഈ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടന്നാലും വഴുതിന് വന്ന ഉമ്മമാരെ, ആണും പെണ്ണും കൂടിക്കലരാൻ നിങ്ങൾ ഇതിലേക്ക് വരുമെങ്കിൽ നമ്മുടെ ഈ സംഗമത്തിന്റെ മൂല്യം എവിടെ? ആത്മനിയന്ത്രണത്തോടെ ചിട്ടയോടെ ജീവിക്കണം. ഇങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങളെ മുഴുവനും നമ്മൾ അവഗണിച്ച് കളയുന്ന ഒരു കാലം വന്നാൽ കൊമിളകളെപ്പോലെ ചണ്ടിരവതകളെപ്പോലെ ആയി പോകുന്നതാണ്. നിങ്ങളിൽ ഒരു നിസ്സാരത വരുന്നു. ഇതെല്ലാം വരാനുള്ള കാരണം എന്താണ്? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗതി. ദുനിയാവിനോടുള്ള പ്രേമം വേറൊന്നുമല്ല ഈ സമുദായത്തെ നശിപ്പിക്കുന്നത്. മരണത്തോടുള്ള അനിഷ്ടം, ഭൗതികതയോടുള്ള പ്രമത്തത, ഇതിന്റെ നടുവിൽ നിങ്ങൾ ചണ്ടിരവറുകളെ പോലെ ആകും. നിങ്ങൾക്കൊരു നിലയുബലി ഉണ്ടാവില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഈമാനികമായ മൂല്യം അങ്ങ് പോയാൽ നിങ്ങളെ ചണ്ടിരവറുകളെ പോലെ മറ്റുള്ളവരെ ചവിട്ടിത്തേക്കുന്നതാണ്. ലോകത്ത് 1,40,00,000 ജൂതന്മാരെ ഉണ്ട്. 0.2% മാത്രമേ ലോകത്ത് അനുസരിച്ച് ജൂതന്മാരുള്ളത്. സെൻസസ് പ്രകാരം 1,40,00,000 മാത്രമാണ് ജൂതന്മാരുള്ളത്. അതേ സമയത്ത് ലോക ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്നവരാണ് മുസ്ലിങ്ങളായ നമ്മൾ. ഇന്ത്യയിൽ മാത്രം 17 കോടി മുസ്ലിമീങ്ങളുണ്ട്. എന്നിട്ട് ഈ മുസ്ലിം സമുദായത്തെ ഫലസ്തീനിലും സിറിയയിലും ലിബിയയിലും യമനിലും തുണീഷ്യയിലും ഈജിപ്തിലുമെല്ലാം അരുങ്കൊല ചെയ്ത് ചവിട്ടി തേച്ച് നീക്കി വെച്ചിട്ട് ഒരു ശക്തിക്കും അതിനെതിരെ ഇടപെടാൻ കഴിയുന്നില്ല. എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ?